ഹലോ മക്കളെ, അപ്പോൾ ഇനി നമ്മൾക്ക് ആകെ ഒരു എക്സാമൊക്കെ ആയിട്ടേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ? നിങ്ങളുടെ ഓൾമോസ്റ്റ് ക്രിസ്മസ് എക്സാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് പലരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിസ് നല്ലപോലെ പഠിച്ചു, പക്ഷേ എഴുതാൻ പറ്റിയില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങളുടെ ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അതായത് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങളുടെ ഓരോ എക്സാമിൻ്റെയും ആൻസർ കീ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികളൊന്ന് അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത്. ഓക്കെ, നമ്മൾ എഴുതാൻ പറ്റിയില്ല, വിഷമിക്കേണ്ട, സാറില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എക്സാമിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, അതേ സെയിം മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ ഇനിയും ആവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ ആൻസർ കീ നോക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ സിമ്പിളാണ്, നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് മറന്നുപോയി, അത് നമ്മൾ അനലൈസ് ചെയ്യണം. ചിലപ്പോൾ റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണോ, ഞാൻ പഠിച്ച രീതിയിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണോ, ഇനി കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണോ എഴുതാൻ പറ്റിയത്, അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇനി കോൺസെപ്റ്റ് തെറ്റായിട്ടാണോ പഠിച്ചത്, അപ്പോൾ ആൻസർ കീ വന്നപ്പോൾ ആ ആൻസർ ഇതല്ല, ഞാൻ എഴുതി പക്ഷേ ആൻസർ കീ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതല്ല ആൻസർ. അപ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. ഇനി പഠിച്ചു, ആൻസറും അറിയാം, പക്ഷെ എഴുതാൻ കിട്ടുന്നില്ല, എന്താണ് എഴുതേണ്ടതെന്ന് അറിയുന്നില്ല, അപ്പോൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പല മിസ്റ്റേക്കുകളായിരിക്കും ഓരോ മക്കൾക്ക്. എല്ലാവർക്കും ഒരു കാരണം കൊണ്ടല്ല ആൻസർ കിട്ടാത്തത്, അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്തത്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയുന്നത്, നിങ്ങൾ ആൻസർ കീ കാണുമ്പോൾ അയ്യോ ഇതല്ലല്ലോ എൻ്റെ ആൻസർ, എനിക്കിത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട സമയമാണ് ഇനി. കാരണം ഇനി നമുക്ക് ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാമും ഒന്നുമല്ല, പബ്ലിക് എക്സാമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ പബ്ലിക് എക്സാമിന് ഇപ്പോൾ ഉള്ള ഈ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അനാലിസിസ് നടത്തണം. എന്നിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണോ അത് മനസ്സിലാക്കി പഠിക്കുക. അത് നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് മുതൽ പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഈ ഒരു ഡേറ്റിൽ നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് മുതൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വർക്ക്ഷീറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് എന്താണോ മിസ്റ്റേക്ക് പറ്റിയത് അത് നമുക്ക് തിരുത്താനുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആണ്. അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷനും കൂടെ ചെയ്യാനുള്ള സമയം ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുത്തിയ മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാനും ഒന്നുകൂടെ അല്ലെ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പഠിക്കാൻ കിട്ടാന്നുള്ള ആ ചാൻസ് വളരെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഇനിയിട്ടും ഉണ്ടാവുകയില്ല. അപ്പം ഈ ഒരു ചാൻസ് എൻ്റെ മക്കൾ നല്ല രീതിക്ക് ഉപയോഗിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.